അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവിനെ തുടർന്ന് നടത്തിയ ബുൾഡോസർ നടപടി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇത്തരം വിവാദങ്ങൾക്കുള്ള മറുപടിയുമായി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ്. ചില ആളുകൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കേണ്ടതുണ്ട്. നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നു. നീതിയും നിയമവും കയ്യിലെടുക്കുന്നവരെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പാഠം പഠിപ്പിക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് വിശദീകരിക്കണം. വാർത്താ ഏജൻസിയായ ANAയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നമ്മെ ആക്രമിക്കാൻ അക്രമാസക്തനായി ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ അയാളുടെ മുന്നിൽ വെറുതെ നിൽക്കണോ? ഇല്ല, അവിടെ വെച്ച് അയാളുടെ അക്രമത്തിന് നമ്മൾ മറുപടി നൽകേണ്ടി വരും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പൊളിച്ചു നീക്കുവാനുള്ള നോട്ടീസ് പുറപ്പെടുവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പ്രയാഗ്രാജിലെ വീടുകൾ പൊളിച്ചു മാറ്റിയതിന് ആ നടപടി കോടതിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ചുവെന്ന് പറഞ്ഞ് സുപ്രീം കോടതി UP സർക്കാരിനെ വിമർശിച്ചു. സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ച് UPയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ സ്വീകരിച്ച ബുൾഡോസർ നടപടിയെക്കുറിച്ചെന്ന പോലെ UPയിലെ മഥുരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണ ജന്മഭൂമി തർക്കത്തെ സംബന്ധിച്ചും യോഗി ആദിത്യനാഥ് പ്രതികരിക്കുകയുണ്ടായി. ഈ വിഷയത്തെക്കുറിച്ച് പ്രസ്തുത അഭിമുഖത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചത് UP സർക്കാർ കോടതി ഉത്തരവുകൾ പാലിക്കുന്നുണ്ടെന്നാണ്. എന്തുകൊണ്ട് മഥുരയുടെ വിഷയം ഉന്നയിച്ചുകൂടാ? മഥുര ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമല്ലേ? ഞങ്ങൾ കോടതി ഉത്തരവുകൾ പാലിക്കുന്നുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയേനെ, UP മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുകൂടാതെ UPയിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ച സാംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷം സാംബാലിലെ ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവിട്ട സർവേ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്കും മരണങ്ങൾക്കും കാരണമായ തർക്കത്തെക്കുറിച്ച് സർക്കാർ നിയമപരമായ അതിരുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു. ഹിന്ദു ചരിത്രമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. അത് ഇസ്ലാമിക തത്വങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാംബാലിൽ 64 തീർത്ഥാടന കേന്ദ്രങ്ങളാണുള്ളത്. ഇതുവരെ 54 എണ്ണം ഞങ്ങൾ കണ്ടെത്തി. അവശേഷിക്കുന്നത് എന്തായാലും ഞങ്ങൾ കണ്ടെത്തും. സാംബലിൽ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ ലോകം കാണും. നിങ്ങൾക്ക് പൂർണ്ണമായ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഹിന്ദു സ്ഥലങ്ങളിൽ നിർമ്മിച്ച ആരാധനാലയങ്ങളെ ഇസ്ലാം തന്നെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്? ഇത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ്, യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതിനിടെ ഉത്തർപ്രദേശിലാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതരെന്ന് വാദിച്ച ആദിത്യനാഥ് 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടു. 100 ഹിന്ദു കുടുംബങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായത് ഒരു മുസ്ലിം കുടുംബമാണ്. അവർക്ക് അവരുടെ മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വം തോന്നുമോ? ഇല്ല. ബംഗ്ലാദേശ് അതിനൊരു ഉദാഹരണമാണ്. അതിനു മുമ്പ് പാകിസ്ഥാനും മറ്റൊരു ഉദാഹരണമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വൻ ചർച്ചയായി തീർന്നുകൊണ്ടിരിക്കുന്ന വഖഫ് നിയമത്തെ സംബന്ധിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളും യോഗി ആദിത്യനാഥ് പങ്കുവെക്കുകയുണ്ടായി. വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റത്തിൽ നിന്നും ദുരുപയോഗത്തിൽ നിന്നും മോചിപ്പിക്കുകയും സമൂഹത്തിന്റെ ക്ഷേമത്തിനായി അവ ഉപയോഗിക്കുകയാണെന്ന് ഉറപ്പാക്കുകയുമാണ് BJPയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. മസ്ജിദുകളും വഖഫ് സ്വത്തുക്കളും സംബന്ധിച്ച BJPയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തെ സേവിക്കാൻ ഉദ്ദേശിച്ചുള്ള വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്നാണ് പാർട്ടി നിരന്തരം ആവശ്യപ്പെട്ടു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ഭേദഗതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം രാജ്യത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും നന്മയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണെന്നും കൂട്ടിച്ചേർത്തു. വഖഫ് സ്വത്തുക്കളിൽ സ്ഥിരതാമസമാക്കിയവരോ അവയിൽ പണം നിക്ഷേപിച്ചവരോ ആയ ആളുകൾക്ക് ഭേദഗതി നടപ്പാക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും ഇത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 8 വർഷത്തോളമായി ഉത്തർപ്രദേശിൽ സംഭവിച്ച വൻ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. 2017 BJP അധികാരമേറ്റതിനു ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾക്ക് അറുതി വന്നെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും സുരക്ഷിതർ. ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ അവരും സുരക്ഷിതരാണ്. 2017 മുമ്പ് UPയിൽ കലാപങ്ങൾ ഉണ്ടായപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കടകളും വീടുകളും കത്തിച്ചിരുന്നു. എന്നാൽ 2017 ശേഷം അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. വാർത്തയുടെ നിറം തേടി തനിനിറം.